പ്രിയമുള്ളവരെ, കേരളം ഇന്ന് സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് കമ്പനികളിലെ പിരിച്ചുവിടലുകൾ. കോറോ ഹെൽത്തിൽ നിന്ന് മാത്രം പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികളുടെ എണ്ണം 800-ലധികമാണ്. ടെക്നോളജി കമ്പനിയായ ടാൽറോപ്പിന്റെ കീഴിൽ 300-ലധികം തൊഴിലാളികൾക്കാണ് തൊഴിൽ സംബന്ധമായ അനിശ്ചിതാവസ്ഥയുണ്ടായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇത് കേരളത്തിന്റെ അവസ്ഥ മാത്രമാണോ? ഒരിക്കലുമല്ല എന്നതാണ് സത്യം. മൈക്രോസോഫ്റ്റ് ഈ അടുത്തിടെ പിരിച്ചുവിട്ടത് 4800 തൊഴിലാളികളെയാണ്. ഗൂഗിൾ, ആമസോൺ, മെറ്റ തുടങ്ങിയ കമ്പനികൾ കുറച്ചു വർഷങ്ങളിലായി 10,000-കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ടു എന്നാണ് കണക്ക്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ, എഫിഷ്യൻസി തുടങ്ങിയവയാണ് പ്രധാനമായി പറയുന്ന കാരണങ്ങൾ. അങ്ങനെ വരുമ്പോൾ ശരിക്കും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? ഓരോ കാലഘട്ടത്തിലും കടന്നു വന്നിട്ടുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾ പല തൊഴിലുകളും ഇല്ലാതാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ പുതിയ ചില തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഇന്ന് പ്രധാനമായും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം AI എൻ്റെ തൊഴിൽ നഷ്ടപ്പെടുത്തുമോ എന്നല്ല, മറിച്ച് AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാൾ എൻ്റെ തൊഴിൽ ഏറ്റെടുക്കുമോ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ തൊഴിലുകളുമായി ബന്ധപ്പെട്ടതും നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതുമായ സാങ്കേതിക വിദ്യയിൽ നല്ല പരിജ്ഞാനമുള്ളവരായിട്ട് തീരുക. എൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ ജീവിക്കുന്നതിന് പകരം പുതിയ പുതിയ അറിവുകൾ സൃഷ്ടിച്ചെടുക്കുക, നിലവിലുള്ള നമ്മളുടെ കഴിവുകളെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക, പുതിയ സാങ്കേതിക വിദ്യകളുടെ കൂടെ നടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക: ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു കണ്ടിന്യൂസ്ലി ലേൺ, അൺലേൺ ആൻഡ് അപ്സ്കിൽ. താങ്ക് യു.